ബ്യൂട്ടീസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ശരീരത്തിലെ അനാവശ്യ രോമങ്ങളെ പിഴുതു കളയുന്ന ഒരു രീതിയാണ് വാക്സിങ്. വാക്സിങ്ങിനെ കുറിച്ചാണ് നമുക്ക് വീട്ടിൽ നമ്മളുടെ ഹോം കെയർ ആയിട്ട് ചെയ്യാവുന്ന വാക്സിങ് എങ്ങനെയാണെന്നും വാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണം കൂടി അമർത്താം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോമങ്ങൾ കൂടുതൽ വളരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ത്രെഡിങ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് വാക്സിൻ. വാക്സിൻ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രെഡിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്തിട്ട് രോമങ്ങൾ വളരുന്നതിനേക്കാൾ സ്ലോവിലി വാക്സിൻ ചെയ്ത രോമങ്ങൾ വളരുകയാണ്. അതാണ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആവാൻ വാക്സിൻ സഹായിക്കുന്നു. അത്രയും കാര്യങ്ങളാണ് വാക്സിങ് എന്താണെന്ന് അതിനുള്ള നേട്ടങ്ങൾ എന്താണെന്ന് പറയുന്നത്. പിന്നെ നമുക്കിനി വാക്സിങ്ങിന് 2-3 തരം വാക്സിങ് ഉണ്ട്. കോൾഡ് വാക്സ് ഉണ്ട്, ഹോട്ട് വാക്സ് ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്ന വാക്സ് എങ്ങനെയാണ് വീട്ടിൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞു തരാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പറഞ്ഞു തരാം. വീട്ടിൽ വാക്സ് നിർമ്മിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വേണ്ടത് പഞ്ചസാര 1/2 കപ്പ്. പിന്നെ വേണ്ടത് നാരങ്ങ നീര്, 3 എണ്ണത്തിൻ്റെ നാരങ്ങ നീര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ അല്ലെങ്കിൽ തേൻ, അതൊരു 2 തുള്ളി മതി. ഇത്രയും കാര്യങ്ങളുണ്ടായി തന്നെ നമുക്ക് വീട്ടിൽ വാക്സ് നിർമ്മിക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് വാക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അത് നൂല് പരുവമാകുന്നത് വരെ ക്ഷമിക്കാം. ആ നൂല് പരുവമാകുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ നൂല് പരുവം ഇത്തിരി മുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീരും അതുപോലെ തന്നെ 3 നാരങ്ങയുടെ നീരും അതുപോലെ 2 തുള്ളി ഗ്ലിസറിനോ അല്ലെങ്കിൽ 2 തുള്ളി തേനോ ഒഴിച്ചു കൊടുക്കാം. അത്രയേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് മുറുകി വരുന്നതോടുകൂടി ഇത് വാങ്ങി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും നമുക്കിനി വാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വാക്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആണ് പറയാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് കുറച്ച് കോട്ടൺ, അതുപോലെ പൗഡർ, നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ, പിന്നെ നല്ലൊരു കോട്ടൺ തുണി, കട്ടിയുള്ളൊരു തുണി, പിന്നെ ചെറിയൊരു മൂർച്ചയില്ലാത്ത കത്തി പോലത്തെ ഒരു സ്പൂൺ പോലത്തെ മതി, പ്ലെയിൻ ആയിട്ടുള്ളത്. അത്രയും സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാക്സ് ചെയ്യാം. വാക്സ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ ഉള്ള ഒരു കൈയാണെങ്കിൽ കയ്യിൽ ഹെയർ ഉള്ള സ്ഥലത്ത് ഹെയർ ആദ്യം തന്നെ അവിടേക്ക് നമ്മൾ ടാൽക്കം പൗഡർ കോട്ടൺ ടാൽക്കം പൗഡറിൽ മുക്കിയിട്ട് അതിൽ പരട്ടാം. ഹെയറിൻ്റെ നമ്മൾ എവിടെയാണോ വാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പരട്ടാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വാക്സ് മൂർച്ചയില്ലാത്ത കത്തി, ഒരു കത്തി പോലത്തെ ഉപകരണം എടുത്തിട്ട് അതിലെടുത്ത് നമ്മുടെ ഒരു സ്പൂൺ എടുക്കുക. ആ ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ ഹെയർ എങ്ങോട്ടാണോ വളർന്നു നിൽക്കുന്നത് അവിടേക്ക് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ പരട്ടാം, ആ വാക്സ് പരട്ടാം. നമ്മുടെ ഹെയർ വളർന്നു നിൽക്കുന്നതിൻ്റെ നേരെ തന്നെ, താഴേക്കാണ് വളർന്നതെന്ന് വെച്ചാൽ താഴേക്ക് തന്നെ അപ്ലൈ ചെയ്യുക. മേലേക്കാണ് വളർന്നു നിൽക്കുന്നതെങ്കിൽ മേലേക്ക്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഹെയർ എവിടേക്ക് വളർന്നു നിൽക്കുന്നു അതിൻ്റെ നേരെ ദിശയിലേക്ക് തന്നെ വാക്സ് പുരട്ടാം. അതിനുശേഷം ഈ കട്ടിയുള്ള ഈ കോട്ടൺ തുണി അതുമേൽ അമർത്തി പിടിക്കുക. അതിനുശേഷം വലിക്കുക.
അതായത് ഹെയർ എങ്ങോട്ടാണോ വളരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം വലിക്കാൻ. അതായത് താഴേക്കാണ് വളരുന്നതെങ്കിൽ മേലേക്ക് വേണം വലിക്കുക. അപ്പോൾ താഴെ നിന്ന് മേലേക്ക് വലിക്കുക തുണി. അപ്പോൾ ഹെയർ അതിൽ വന്നിട്ടുണ്ടാവും. ഇനി ഒറ്റപ്പെട്ട ഏതെങ്കിലും 1-2 രോമങ്ങൾ അവിടെ അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ത്രെഡ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഈ വാക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൾഡ് ക്രീം അല്ലെങ്കിൽ ലോഷൻ അങ്ങനെ എന്തെങ്കിലും പരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് വയ്ക്കുക, അതിനുശേഷം ലോഷൻ പരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മസാജ് കൊടുക്കാം കയ്യിനും. എന്താ പറയുക, നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണല്ലോ, ഹെയർ കളയാൻ വേണ്ടി നമ്മളൊരു പ്രഷർ ഓൾറെഡി കൊടുക്കുകയാണ്. അതിനെ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മസാജ് കൈ കൊണ്ട് ഇങ്ങനെ ടാപ്പിംഗ് മസാജോ പിഞ്ചിങ് മസാജോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിയുന്നത് രീതിയിലുള്ള മസാജോ കൊടുത്തിട്ട് സമാധാനിപ്പിക്കാം നമ്മുടെ സ്കിന്നിനെ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാക്സിൻ പൂർണ്ണമായി കഴിഞ്ഞു. നമ്മുടെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്കിന്ന് ഗ്ലേസിങ് ആയിട്ടുണ്ടാവും, നല്ല മിനുസമുള്ളതായിട്ടുണ്ടാകും. ഇത്രയാണ് വാക്സിൻ. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. വാക്സിൻ ഉണ്ടാക്കുന്ന രീതിയും അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതിനെ കുറിച്ചുള്ള അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വാക്സിൻ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് 5 ഇഞ്ച് വരെയുള്ള ഹെയറുകളൊക്കെ നമുക്ക് വാക്സിനിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല മിനുസമുള്ളതാക്കി തീർക്കുന്നു. ഇതൊക്കെയാണ് വാക്സിൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. രോമ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഹെയർ വളരുന്നത് സ്ലോയിലായിരിക്കും. ത്രെഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഷേവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഹെയർ വളർത്തുന്നുണ്ട്. അത് തന്നെ അത്രയും പെട്ടെന്നൊന്നും നമ്മുടെ ഹെയർ വളരുകയില്ല. മന്ദഗതിയിലായിരിക്കും പിന്നീട് വരുന്ന ഹെയർ വളരുന്നത്. വാക്സിൻ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇനി നമുക്ക് കുറച്ച് ദോഷങ്ങളുണ്ട് വാക്സിൻ ചെയ്യുന്നതിൽ. വാക്സിൻ ചെയ്യുന്നതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മൃദുലമായ ഭാഗത്തൊന്നും ആരും വാക്സിൻ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്ന രോമങ്ങളെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അത് ഒരു ദോഷമാണ്. പിന്നെ ചിലർക്ക് ഈ സുഷിരങ്ങൾ തുറക്കാണല്ലോ, അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കറുത്ത കുത്തുകൾ അങ്ങനത്തെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അതൊക്കെയാണ്. ഗുണങ്ങൾ മാത്രമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, മറുഭാഗം കൂടി ചിന്തിക്കണം. അതാണ് ദോഷങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ള കൊറോണ സമയമാണ്, വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. കെയർ ചെയ്ത് വീട്ടിൽ ചെയ്ത് നോക്കാം. നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വാക്സിൻ ഉണ്ടാക്കാനായാലും ശരീരത്തിൽ ആ ചെറിയ ചൂടോടെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ വരുന്നവരേക്കും ടാറ്റാ.